قل هل يستوي الذين يعلمون والذين لا يعلمون. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതിനെക്കുറിച്ചുമായിരുന്നു നമ്മുടെ തൗഹീദിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ രണ്ടാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച്. അതിൽ ഒന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ്. ഇന്ന് അതിൽ രണ്ടാമത്തെ കാര്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പ്രവാചകനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. പ്രവാചകനെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളുമായി കൊണ്ടുള്ള ഇടപെടലുകളും ഇടപാടുകളും എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? തൻ്റെ കുടുംബത്തിലുള്ള ആളുകളോടും തൻ്റെ അയൽവാസികളോടുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും സമീപനവുമൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ നമ്മൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കുക. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകൾ എങ്ങനെയായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം എങ്ങനെയായിരുന്നു? ഇതൊക്കെ അറിയുന്നതിലൂടെയാണ് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. ആരായിരുന്നു പ്രവാചകൻ? എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം? എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം? എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപാടുകൾ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ പ്രവാചകനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. മാത്രമല്ല, പ്രവാചക ജീവിതം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയുടെയും പ്രവാചകത്വത്തിൻ്റെയും തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പ്രവാചകന്റെ ജീവിതം പ്രവാചകത്വത്തിൻ്റെയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയൊക്കെ അത് പ്രവാചകന്റെ പ്രവാചകത്വത്തിന് തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം അനുയായികളോടും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ശത്രുക്കളോടുമൊക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എങ്ങനെയായിരുന്നു? ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ പോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പെരുമാറ്റവും കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുക? പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ ഇടപാടുകളും പ്രബോധനവും കച്ചവടവും അതേപോലെ തന്നെ മറ്റുള്ള ഏതൊക്കെ മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് പ്രവാചകനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആരാണ് പ്രവാചകനെന്നും പ്രവാചകന്റെ കുടുംബം ഏതാണ് എന്നും പ്രവാചകന്റെ ഗോത്രം ഏതാണ് എന്നും പ്രവാചകന്റെ മാതാപിതാക്കൾ ആരാണ് എന്നും അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതമെന്നും
എത്രാമത്തെ വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നുബുവത്ത് നൽകിയത് എന്നും, ഏതൊക്കെ കാലഘട്ടത്തിലാണ് പ്രവാചകൻ ജീവിച്ചത് എന്നും, ഏതൊക്കെ നാടുകളിലാണ് പ്രവാചകൻ ജീവിച്ചത് എന്നും, ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നൊക്കെ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. ആ പഠനത്തിലൂടെ മാത്രമേ പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇത് നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ പേരും പ്രവാചകന്റെ തറവാടും ഒക്കെ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിക്കുള്ള പേര്, ആരുടെ മകനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്? ഹാഷിമിൻ്റെ പുത്രൻ, അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഹാഷിം കുടുംബത്തിലെ ഹാഷിമിൻ്റെ പുത്രൻ, അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയുടെ മകനായിക്കൊണ്ടാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. തറവാട് ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ? മക്കയിലെ പ്രമുഖ ഗോത്രമായിരുന്ന ഖുറൈശി ഗോത്രത്തിലെ ഉന്നതമായ ഹാഷിം കുടുംബമാണ് പ്രവാചകന്റെ കുടുംബം. പ്രവാചകന്റെ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഹാഷിം കുടുംബത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. മക്കയിലെ പേര് കേട്ട പ്രശസ്തരായ ഒരു ഗോത്രമാണ് ഖുറൈശ് ഗോത്രം. ആ ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. നബിയുടെ ഉപ്പാന്റെ പേര് അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബൂ താലിബ്, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ ഹാഷിം, അല്ലേ? ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ കുടുംബവും പ്രവാചകന്റെ ഗോത്രവും അതേപോലെ തന്നെ പ്രവാചകന്റെ പേരും പ്രവാചകന്റെ ഉപ്പയുടെ പേരുമൊക്കെ. അതേപോലെ തന്നെ പ്രവാചകന്മാർക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്താണ്? ലോകത്ത് വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മുടെ പ്രവാചകന്റെ സ്ഥാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു പ്രവാചകൻ ലോകത്തേക്ക് വരാനില്ല, ഇനി ഒരു നബി കടന്നു വരാനില്ല. പ്രവാചക ശൃംഖലയിലെ പ്രവാചകന്മാരുടെ ചങ്ങലയിലെ അവസാനത്തെ കണ്ണിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് മനുഷ്യരിലേക്കും അതേപോലെ തന്നെ ജിന്നുകളിലേക്കുമുള്ള നബി ആയിക്കൊണ്ട്, പ്രവാചകനായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യർക്കും അതേപോലെ തന്നെ ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിട്ട്, കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലാണ് ജനിക്കുന്നത്. ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ബാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, വല്യാപ്പയുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാണ്. ഹാഷിമിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ലോകർക്ക് മൊത്തം കാരുണ്യമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലല്ലാതെ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല. എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ ഉണ്ടാവേണ്ടത്? ഏത് രൂപത്തിലാണ് നമ്മൾ ആരാധനകളൊക്കെ ചെയ്യേണ്ടത്? നോമ്പും അതേപോലെ തന്നെ നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജുമൊക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെയാവണം.
മാത്രമല്ല അള്ളാഹു പറഞ്ഞു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. കുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന് നബിയോട് പറയാൻ വേണ്ടി പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ് ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനൊക്കെ സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച തിന്മയാണ് എന്ന് പറഞ്ഞതിനെയൊക്കെ ഒഴിവാക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട നിബന്ധന എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, കുൽ യാ അയ്യുഹന്നാസ്, നബിയെ പറയുക, ഏ ജനങ്ങളെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമായി കൊണ്ടുവന്ന പ്രവാചകനാണ്, റസൂലാണ് എന്ന് നബിയെ താങ്കൾ ജനങ്ങളോട് പറയുക. അത് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അപ്പോൾ മുഴുവൻ ആളുകളിലേക്കും വന്ന, അതേപോലെ തന്നെ ജിന്നുകളിലേക്കും അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ആളുകളിലേക്കും പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷീറം വ നദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും താക്കീതുകാരനായിക്കൊണ്ടും മുഴുവൻ ജനങ്ങളിലേക്കുമായിട്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവാനും നരകത്തെക്കുറിച്ചുള്ള താക്കീതുകാരനായിക്കൊണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. മാത്രമല്ല, ആ പ്രവാചകനെ പറഞ്ഞയച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇത് ബഅസ ഫീഹിം റസൂല, എന്താണ്, അവരിലേക്ക് ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ പറഞ്ഞയച്ചു എന്നുള്ളത്. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവർക്ക് റസൂലായിട്ട് പറഞ്ഞയച്ചു എന്നുള്ളത് വിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവാചകനെ കുറിച്ച് അറിയലാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ രണ്ടാമത്തത്. ആ നബിയെക്കുറിച്ച് നമ്മൾ പഠിക്കുക, ആ പ്രവാചകന്റെ ചരിത്രത്തെക്കുറിച്ചും ജീവിത ചരിത്രത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക. ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നമ്മൾ പിൻപറ്റുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തബിഊഹു, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുക, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നേർമാർഗത്തിലായേക്കാം. ആ പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് നേർമാർഗം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ നേർമാർഗത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നമ്മൾ സ്വീകരിക്കുക, ആ പ്രവാചകൻ വിലക്കിയതിനെ നമ്മൾ മാറ്റിവെക്കുക. ആ പ്രവാചകന്റെ സുന്നത്തുകൾ അല്ലെങ്കിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ പിൻപറ്റുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും വേണം. മാത്രമല്ല, ഒരു ആയത്ത് നോക്കി നിങ്ങൾ, മൻ യുതിഇ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, ആ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ അറിയുക. ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, പ്രവാചകരെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിർബന്ധമാണ്. പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു,
പ്രവാചകന്റെ ആരാധനകൾ എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ പ്രബോധനം എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ഇടപാടുകളും അയൽവാസികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, എന്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ നമ്മൾ സ്വീകരിക്കുക, അത് ജീവിതത്തിൽ നമ്മൾ പിൻപറ്റുക. ആ പിൻപറ്റലിലൂടെ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനും അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാനും അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനുമൊക്കെ ആ പ്രവാചക സുന്നത്തുകൾ പിൻപറ്റുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകന്റെ സ്വഭാവം അത്യുത്കൃഷ്ടമായ സ്വഭാവമായിരുന്നു. ആ പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ട് പ്രവാചകന്റെ ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പ്രവാചകനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ആ പ്രവാചകനെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കി വരുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് വിശദീകരിക്കാം. കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. قل هل يستوي الذين يعلمون والذين لا يعلمون